മതപരിവർത്തന ബില്ല് അല്ലെ, മതസ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം? ഡ്രക്കോണിയൻ ദുഷ്ടതയാണത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബൈബിൾ കൊണ്ട് നടന്നാൽ നിന്നെ അറസ്റ്റ് ചെയ്യപ്പെടാം. ഇന്ന് ബൈബിൾ കൊണ്ട് ഉത്തർപ്രദേശിൽ നടന്നാൽ നാം അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് 8 പേരെ അകത്തിട്ടിരിക്കുന്നത്. ആ നിയമം ഇറ്റ്സ് അൺജസ്റ്റ്, ഇറ്റ്സ് ഇമ്മോറൽ, ഇറ്റ് ഈസ് ഇല്ലീഗൽ, ഇറ്റ് ഈസ് ഡ്രക്കോണിയൻ, നെഫേറിയസ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെതിരായിട്ട് 1.5 വർഷമായിട്ട് നമ്മൾ സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ 12 സംസ്ഥാനങ്ങളിൽ ചരിക്കുന്ന ആന്റി കൺവേർഷൻ ബിൽ അത് ഇല്ലീഗലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ 1.5 വർഷമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. അവസാനം 27 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് കൊടുത്തിട്ട് കപിൽ സിബൽ കഴിഞ്ഞ ആഴ്ച ഹാജരായി. അടുത്ത ഒരു ദിവസം വെക്കാതെ അഡ്ജോൺ ചെയ്തു കഴിഞ്ഞു. എന്താണ് ഇതാണ് നടക്കുന്നത്? നീതി എവിടെ? ഇവിടുത്തെ ന്യായാധിപന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നട്ടല്ലില്ലേ? ഈ മതസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഈ നിയമങ്ങളെ അടിച്ചു മാറ്റിക്കുവാൻ നിങ്ങൾക്ക് നട്ടല്ലില്ലേ? പേടി? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതുകൊണ്ട് എന്താണ് നടക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലോകം മൊത്തം ഞാൻ ഇതുകൊണ്ടാണ് നടക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വി ഹാവ് ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും സ്വാഭിമാനവും ഇത് നമുക്ക് അവകാശമായി തന്നിരിക്കുക. ഒരുത്തന്റെ കുത്തകയല്ല. അല്ലയോ നേതാക്കന്മാരെ, നീ ഏത് പാർട്ടിയുമായിട്ട്, എന്റെ സ്വാതന്ത്ര്യം, എന്റെ മതസ്വാതന്ത്ര്യം, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം നിന്റെ ഒന്നും വീട്ടുവകയല്ല. എന്റെ സ്വാതന്ത്ര്യം എന്റെ അപ്പച്ചന്മാർ, അമ്മച്ചിമാര് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളൂടെ കയറി ബ്രിട്ടീഷ് രാജ്യത്തെ പുറത്താക്കി ഇങ്ങനെ 1947 തന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാണിത്. അങ്ങ് എനിക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഈ ഭരണഘടനയെ കൈവച്ചാണല്ലോ പോയത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി വിൽ പ്രിസർവ്, വി വിൽ പ്രൊട്ടക്ട് എവരി ഇന്ത്യൻ. എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഞാൻ നൽകും എന്ന് പ്രതിജ്ഞ എടുത്ത് ചെയ്ത നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ടത്. ഇതിന്റെ അനുസരിച്ച് ആർട്ടിക്കിൾ 15 മുതൽ 32 വരെ വ്യക്തമായിട്ടുണ്ട്. യു ഹാവ് എവറി റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് യുവർ ഫെയ്ത്ത്. നിനക്ക് വിശ്വസിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. നിന്റെ ഒന്നും വീട്ടുവകയില്ലത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്യുന്നത്. ഒരു ഔദാര്യവും ക്രിസ്ത്യാനിക്ക് വേണ്ട, ഒരു റിസർവേഷനും വേണ്ട. ഇതങ്ങ് സ്വീകരിച്ചാൽ മതി. ഒരു രാഷ്ട്രപതി ഇവിടെ ഇല്ല. ഈ ഗവൺമെന്റ് നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസത്തെ ചോദ്യം ചെയ്യാൻ ഒരു ജഡ്ജിയും ഇവിടെ ഇല്ല. എന്താ ഇവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രസി, ഇറ്റ് ഈസ് ഡെമോക്രസി. ജനാധിപത്യമല്ല, പൈശാചിക ഭരണമാണ് ഇവിടെ നടക്കുന്നത്. സ്വാതന്ത്ര്യ ധ്വംസനമാണ്. ഞാൻ എന്ത് ഉടുക്കണം, എന്ത് ആഹാരം കഴിക്കണം, ഞാൻ എന്ത് വിശ്വസിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, നീയാണോ നിശ്ചയം തീരുമാനിക്കുന്നത്? നിങ്ങൾ അവകാശം ആരാ തന്നത്? we elected you to serve us, not to enslave us. ഞങ്ങൾ നിങ്ങളെ വോട്ട് തന്ന് ഭരണാധികാരികളാക്കുന്നത് ഞങ്ങളെ സേവനം ചെയ്യുവാനാണ്, ഞങ്ങളെ അടിമകളാക്കുവാനല്ല. നിന്റെ ഐഡിയോളജി, നിന്റെ പ്രത്യയശാസ്ത്രം നിന്റെ കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ ഇതിനനുസരിച്ചാ. ഞങ്ങളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്, എല്ലാവരെയും ബഹുമാനിക്കുന്നവരാണ്. ഒരു മനുഷ്യന്റെ മേലും കൈവങ്ങുന്നവരല്ല. ഞങ്ങൾ സമാധാന പ്രിയരാണ്, സമാധാനം ഉണ്ടാക്കുന്നവരാണ്. ഞങ്ങൾ ഒരാളോട് വടക്കിന് പോകുന്നില്ല, ഒരു കളവും നടത്തുന്നില്ല, ഒരേ മോഷ്ടിക്കുന്നില്ല. ഞങ്ങൾ സമാധാനത്തോടെ, ശാന്തതയോടെ, സംയമനത്തോടെ സാഹചര്യത്തെ സമീപിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ ആരുടെ അടിമകളല്ല, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമകളാണ്. സത്യത്തിന്റെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സഹായത്തിന്റെയും സേവനത്തിന്റെയും അടിമകളാണ് ഞങ്ങൾ അത് വിട്ടുമാറുകയില്ല. ഒരു ചെകിട്ട് തടിച്ചാൽ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. യുപിയിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുക. കഴിഞ്ഞ ഒരു ദിവസം ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു, അവിടെ കയറി ആക്രമിച്ചു. കൺവേർഷനാണ്. ഞാൻ ചോദിക്കട്ടെ, കൺവേർഷൻ എന്ന് പറഞ്ഞ വാക്കിന് എന്താ തെറ്റ്? മനപരിവർത്തനം അല്ലേ? ഒന്ന് നിന്ന് ഒരു സേവനത്തിന്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് നല്ല ചുക്ക് കാപ്പിയാണ്, നല്ല ചുക്ക് കാപ്പിയാണ് ഞാൻ പറയും. ഞാൻ കുടിച്ചു കയറി നല്ലതാ. അപ്പം അങ്ങ് അത് കേട്ടു, അങ്ങ് കുടിക്കാൻ തീരുമാനിക്കുന്നു. അതിന് അവകാശമില്ലേ? എടാ, കോണകം കൊടുത്തവനോട് കുർത്ത ഇടറാന്ന് പറയുന്ന അത് നീ കുർത്ത സ്വീകരിച്ചാൽ അത് തെറ്റാണ്. കൺവേർഷൻ അല്ലയോ? മണിക്കൂറിനാണല്ലോ ഇപ്പം വസ്ത്രം മാറുന്ന ഓരോരുത്തരൊക്കെ, ഇല്ലയോ? അത് കൺവേർഷൻ ഇല്ലയോ? ഇവിടെ കൺവേർഷൻ ബേസിക് പരിവർത്തനം. പൊതുവെ ഒന്നിൽ നിന്നും അതിലേക്ക് പോകുന്ന മനുഷ്യന്റെ മൗലിക അവകാശമാണ്, അല്ലേ? അത് തെറ്റല്ല. അല്ലാതെ മനുഷ്യൻ പ്രോഗ്രസ് ചെയ്യാനൊക്കെ. ഇവിടെ ഫോൺ ഉണ്ടായിരുന്നു, വസ്ത്രം ഉണ്ടായിരുന്നു. ഇന്ന് ആധുനികമായി കാണുന്നതെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്തല്ലേ? കാളവണ്ടിയിൽ നിന്ന് കാടിലാക്കിലേക്ക് പോയത് പരിവർത്തനമല്ലേ? അല്ലേ? എല്ലാം പരിവർത്തനമല്ലേ? ലോകത്തിൽ പരിവർത്തനം വരാതെ പുരോഗമനം എവിടെയാ? എടാ, നീ പറയുന്ന വോട്ട് ചെയ്യാൻ ആ ആദിവാസിക്ക് അവകാശവും സ്വാതന്ത്ര്യവും കഴിവുണ്ടെങ്കിൽ അവൻ എന്ത് വിശ്വസിക്കണമെന്നുള്ള അവകാശം അവനില്ലേ? അത് നീ എന്തിനാ നിയന്ത്രിക്കുക? ഹു ആർ യു ടു ടെൽ ദി ആദിവാസീസ്? ആദിവാസിയുടെ വേറെ ഇവരൊക്കെ എന്താ ഇട്ടിരിക്കുന്നറിയോ? വനവാസികളാണ്. എങ്ങനെയുണ്ട്? എന്നിട്ട് പറഞ്ഞ് വനത്തിലേക്ക് തട്ടിയിരിക്കുകയാണ് അവന്മാരെല്ലാം. തോന്നിയാസല്ലേ കാണിക്കുന്നത്? ഇവിടുത്തെ ആദിവാസികളാണ്. ഭാരതത്തിൽ ആദ്യമായിട്ട് വന്നവരാണ് അവരാണ് ആദിവാസികൾ. അവരെ പ്രബുദ്ധരാക്കേണ്ടതിന് പകരം അവരെ തച്ചുടച്ച് തകർക്കുകയാണ്, സാംസ്കാരികമായി അവരെ തകർക്കുകയാണ്.
അവരെ അന്ധവിശ്വാസത്തിലും അടിമത്തത്തിലും കഴിയാണ്. അവരെ നാം ആധുനികവൽക്കരണം ചെയ്ത് അവരെ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നു. അത് അവർക്ക് ഇഷ്ടമല്ല. നമ്മളോടുള്ള എതിരെന്താണെന്നറിയാവോ?